ഇപ്പോൾ ദേ രാവിലെ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം മാവും നമ്മുടെ വീട്ടിലെ ഒരുവിധം ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം തന്നെ പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ അതൊക്കെ ആസ്വദിച്ചും അതുപോലെ തന്നെ എൻ്റെ ഇലകളൊക്കെ കൊഴിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് രാവിലെ പുറത്തുള്ള ഒരു ഇത് ഭയങ്കര രസമാണ്. അപ്പോൾ ദേ രാവിലെ തന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വാരി. അതുപോലെ തന്നെ റംബൂട്ടാൻ്റെ അവിടെ കുറച്ചൊക്കെ ഇല ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ പൂക്കാൻ തുടങ്ങുവാണ്. പൂക്കാൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഇല കൊഴിച്ചിൽ വളരെ കുറച്ച് കാണുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ പൂക്കൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ് കണ്ടത് കേട്ടോ പൂക്കാൻ തുടങ്ങിയത്. ഭയങ്കര സന്തോഷമായി. കാരണം നവംബറിലാണ് ഇത് ശരിക്കും ഞങ്ങളുടെ അവിടെ എല്ലാ വർഷവും പൂക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ മാത്രം അത് ലേറ്റായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പൂക്കില്ല എന്ന്. പക്ഷേ ഇത്തവണ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷമാണ്. ഇങ്ങനെ രാവിലെ എണീറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന മാവും അതുപോലെ റംബൂട്ടാനും മുന്തിരിയും ഒക്കെ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയത് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ദേ ഫിഷിന് കുറച്ച് ഫുഡൊക്കെ രാവിലെ ആ സമയത്ത് തന്നെയാണ് ഞാൻ കൊടുക്കാറ് കേട്ടോ. മുറ്റടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് റംബൂട്ടാൻ്റെ അവിടെ ദേ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. നല്ല പച്ചപ്പുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിൽ ചെറിയ പൂക്കളുണ്ട്. പൂക്കൾ കാണാൻ കഴിയാത്തതാണ് കേട്ടോ. പൂക്കൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളേ. അതുപോലെ ദേ മുറ്റമൊക്കെ അടിച്ച് നല്ല ക്ലീൻ ആക്കി കഴിഞ്ഞ കേട്ടോ. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ വരും. വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാവൊക്കെ ഇത് ഇങ്ങനെ പൂത്ത വരുവാണ് കേട്ടോ. പൂത്ത് ഇനിയിപ്പോൾ കായൊക്കെ ആയി തുടങ്ങും. മഴ നല്ല മഴയാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ പുറത്തിറങ്ങിയിരിക്കാനും. അത് രാവിലെയും നല്ല വൈകുന്നേരം ആയാലും ഉച്ചയ്ക്ക് ഭയങ്കര വെയിലാണ് കേട്ടോ. ഈ ഒരു സമയം നല്ല രസമാണ്. ഒരു 6:30-7 മണിയൊക്കെയാണ് ഈ ഒരു സമയം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.